യൂദിത്ത് അദ്ധ്യായം 3. സമാധാനത്തിനു വേണ്ടി യാചിക്കുന്നു. അവർ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിച്ചു. ഇതാ, നബൂഖദ്നേസർ മഹാരാജാവിൻ്റെ ദാസന്മാരായ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അങ്ങയ്ക്കിഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക. ഞങ്ങളുടെ കെട്ടിടങ്ങളും നിലങ്ങളും ഗോതമ്പ് വയലുകളും കന്നുകാലികളും ആട്ടിൻപറ്റങ്ങളും മേച്ചിൽപ്പുറങ്ങളും അവയുടെ ആലകളും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അടിയറ വയ്ക്കുന്നു. അവയോട് എന്തും ചെയ്തു കൊള്ളുക. ഞങ്ങളുടെ നഗരങ്ങളും അതിലെ നിവാസികളും അങ്ങയുടെ അടിമകളാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക. ജനങ്ങൾ വന്ന് ഇതെല്ലാം ഹോളോഫർണസിനോട് പറഞ്ഞു. അവൻ സൈന്യസമേതം കടൽ തീരത്തേക്കിറങ്ങിച്ചെന്നു. മലമുകളിലെ നഗരങ്ങളിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയും അവരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തന്നെ സഹായിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. ഇവരും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളും അവനെ മാലയിട്ട് നൃത്തവാദ്യങ്ങളോടെ സ്വീകരിച്ചു. അവൻ അവരുടെ ആരാധന മന്ദിരങ്ങൾ തട്ടിത്തകർത്തു. അവരുടെ വിശുദ്ധമായ ഉപവനങ്ങൾ വെട്ടിക്കളഞ്ഞു. കാരണം ജനതകളെല്ലാം നബൂഖദ്നേസറിനെ മാത്രം ആരാധിക്കുന്നതിനും എല്ലാ നാവുകളും ഗോത്രങ്ങളും അവനെ ദൈവമെന്ന് വിളിക്കുന്നതിനും വേണ്ടി സ്ഥലത്തെ സകല ദേവന്മാരെയും നിർമൂലനം ചെയ്യണമെന്ന് ഹോളോഫർണസിന് ആജ്ഞ ലഭിച്ചിരുന്നു. അനന്തരം അവൻ ദോഥാന് സമീപം ഉന്നതമായ യൂദാപർവ്വത നിരയ്ക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന എസ്രായേലോണിൻ്റെ അതിർത്തിയിലെത്തി. അവൻ ഇവിടെ ഗേബായ്ക്കും സ്കിത്തോപോളിസിനും മധ്യേ പാളയമടിച്ചു. സൈന്യത്തിനാവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാൻ 1 മാസം മുഴുവൻ അവിടെ താമസിച്ചു. യൂദ പ്രതിരോധത്തിനൊരുങ്ങുന്നു. ഇത്രയുമായപ്പോൾ അസീറിയ രാജാവായ നബൂഖദ്നേസറിൻ്റെ സർവ്വസൈന്യാധിപൻ ഹോളോഫർണസ് ജനതകളോട് ചെയ്ത കാര്യങ്ങളും അവരുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ച് നശിപ്പിച്ച രീതിയും യൂദയായിലെ ഇസ്രായേൽ ജനം അറിഞ്ഞു. അവൻ്റെ മുന്നേറ്റത്തിൽ അവർ അത്യന്തം ഭയപ്പെടുകയും ജെറുസലേമിനെയും തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെയും ഓർത്ത് പരിഭ്രമിക്കുകയും ചെയ്തു. അവർ പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയിട്ട് കുറച്ചു കാലമേ ആയിരുന്നുള്ളൂ. യൂദാജനം വീണ്ടും ഒന്നു ചേരുകയും അശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ പാത്രങ്ങൾ, ബലിപീഠം, ദേവാലയം എന്നിവ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ട് ഏറെക്കാലം ആയില്ല. അതിനാൽ അവർ സമറിയായിലെ ഓരോ പ്രവിശ്യയിലേക്കും കോന, ബെത്ഹോറോൺ, ബെൽമായിൻ, ജെറീക്കോ, കോബ, അയസോറ, സാലേം താഴ്വര എന്നിവിടങ്ങളിലേക്കും ദൂതന്മാരെ അയച്ചു. അവർ മലമുകളിലെ ഗ്രാമങ്ങൾ കൈയടക്കി സുരക്ഷിതമാക്കി. ഭക്ഷ്യവിഭവങ്ങൾ സംഭരിച്ച് യുദ്ധത്തിനൊരുങ്ങി. കൊയ്ത്ത് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് ജെറുസലേമിലായിരുന്ന പ്രധാന പുരോഹിതൻ യോവാക്യം ബത്തൂലിയായിലും ദോഥാന് സമീപമുള്ള സമതലത്തിൻ്റെ എതിർവശത്ത് എസ്രായേലോണിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ബെത്തോമെസ്തായിമിലും വസിച്ചിരുന്ന ജനങ്ങൾക്ക് മലമ്പാതകളിൽ നിലയുറപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതി. കാരണം ഇവയിലൂടെ യൂദ ആക്രമിക്കപ്പെടാം. എന്നാൽ പാത ഇടുങ്ങിയതാണ്. കഷ്ടിച്ച് 2 ആളുകൾക്ക് കടക്കാനുള്ള വീതി മാത്രമേയുള്ളൂ. അതിനാൽ കടക്കാൻ ശ്രമിക്കുന്ന ആരെയും നിഷ്പ്രയാസം തടഞ്ഞു നിർത്താം. അങ്ങനെ പ്രധാന പുരോഹിതനായ യോവാക്യമും ജെറുസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതിനിധി സഭയും പുറപ്പെടുവിച്ച കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു. ഇസ്രായേലിലെ ഓരോരുത്തരും തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു. അവരും ഭാര്യമാരും കുട്ടികളും കന്നുകാലികളും അവിടെ വസിക്കുന്ന വിദേശികളും കൂലിവേലക്കാരും വിലയ്ക്ക് വാങ്ങിയ അടിമകളും എല്ലാവരും ചാക്കൊടുത്തു. ജെറുസലേമിലുണ്ടായിരുന്ന ഇസ്രായേലിലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ദേവാലയത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ തലയിൽ ചാരം വിതറി തങ്ങളുടെ ചാക്കുവസ്ത്രം കർത്താവിൻ്റെ മുമ്പിൽ വിരിച്ചു. ബലിപീഠത്തിനു ചുറ്റും ചാക്കുവസ്ത്രം നിരത്തി. തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർക്കിരയാക്കരുതെന്നും ഭാര്യമാരെ അവരുടെ കവർച്ച മുതലാക്കരുതെന്നും അവകാശമായി തങ്ങൾക്ക് ലഭിച്ച നഗരങ്ങൾ നശിപ്പിക്കപ്പെടരുതെന്നും വിജാതിയുടെ നീച സന്തോഷങ്ങൾക്കായി തങ്ങളുടെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കാൻ ഇടയാക്കരുതെന്നും അവർ ഏകസ്വരത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തോട് കേണപേക്ഷിച്ചു. കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു. അവരുടെ ക്ലേശങ്ങൾ കാണുകയും ചെയ്തു. യൂദയായിലും ജെറുസലേമിലുമുള്ള ജനം സർവശക്തനായ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിനു മുമ്പിൽ അനേക ദിവസം ഉപവസിച്ചു. പ്രധാന പുരോഹിതൻ യോവാക്യമും കർത്താവിൻ്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പുരോഹിതന്മാരും ചാക്കുടുത്ത്
അനുദിന ദഹന ബലികൾ അർപ്പിക്കുകയും ജനത്തിൻ്റെ നേർച്ചകളും സ്വഭീഷ്ട കാഴ്ചകളും സമർപ്പിക്കുകയും ചെയ്തു. അവർ തലപ്പാവുകളിൽ ചാരമണിഞ്ഞ് ഇസ്രായേൽ ഭവനത്തെ കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്ന് കർത്താവിനോട് ഉറക്കെ വിളിച്ചപേക്ഷിച്ചു. ഹോളോഫർണസിൻ്റെ യുദ്ധാലോചന. ഇസ്രായേൽ ജനം മലമ്പാതകളടച്ച് ഗിരിശൃംഗങ്ങൾ സുശക്തമാക്കി സമതലങ്ങളിൽ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നുവെന്ന് അസ്സിറിയൻ സൈന്യാധിപൻ ഹോളോഫർണസ് കേട്ടു. അവന് കഠിനമായ കോപമുണ്ടായി. അവൻ മൊവാബിലെ പ്രഭുക്കന്മാരെയും അമോനിലെ സൈന്യാധിപന്മാരെയും തീരപ്രദേശങ്ങളിലെ ഭരണകർത്താക്കളെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, കാനാന്യരെ, മലമ്പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഈ ജനം ഏതാണ്? ഏതെല്ലാം നഗരങ്ങളിലാണ് അവർ വസിക്കുന്നത്? അവരുടെ സൈന്യം എത്രത്തോളം വലുതാണ്? അവരുടെ പ്രതാപവും ശക്തിയും എന്തിലടങ്ങിയിരിക്കുന്നു? അവരുടെ സൈന്യത്തെ നയിക്കുകയും രാജാവെന്ന നിലയിൽ അവരെ ഭരിക്കുകയും ചെയ്യുന്നതാരാണ്? പശ്ചിമ ദിക്കിൽ വസിക്കുന്നവരിൽ ഇവർ മാത്രം എന്നെ വന്ന് കാണാൻ വിസമ്മതിച്ചത് എന്തുകൊണ്ട്? ആഗിയോറിൻ്റെ ഉപദേശം. അമോന്യരുടെ നേതാവ് ആഗിയോർ പറഞ്ഞു, യജമാനൻ ഈ ദാസൻ്റെ വാക്കു കേട്ടാലും. സമീപ മലപ്രദേശത്ത് ജീവിക്കുന്ന ഈ ജനത്തിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയാം. ഈ ദാസൻ അസത്യം പറയുകയില്ല. കൽദായ വംശത്തിൽപ്പെട്ടവരാണ് ഈ ജനം. കൽദായയിൽ വസിച്ചിരുന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദേവന്മാരെ ആരാധിക്കാൻ വിസമ്മതിച്ചതിനാൽ ഒരു കാലത്ത് അവർക്ക് മെസൊപ്പൊട്ടോമിയയിൽ പോയി താമസിക്കേണ്ടി വന്നു. ഇവർ പൂർവികന്മാരുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾക്ക് അറിയാനിടയായ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. അതിനാൽ അവരുടെ ദേവന്മാരുടെ മുൻപിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെടുകയും മെസൊപ്പൊട്ടോമിയയിലേക്ക് ഓടിപ്പോയി അവിടെ ദീർഘകാലം വസിക്കുകയും ചെയ്തു. തങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം വിട്ട് കാനാൻ എന്ന ദേശത്തേക്ക് പോകാൻ അവരുടെ ദൈവം കൽപ്പിച്ചു. അവിടെ വാസമുറപ്പിച്ച അവർ ധാരാളം സ്വർണവും വെള്ളിയും കന്നുകാലികളും കൊണ്ട് സമ്പന്നരായി. കാനാനിൽ ക്ഷാമം ബാധിച്ചപ്പോൾ അവർ ഈജിപ്തിലേക്ക് പോവുകയും ഭക്ഷണം ലഭിച്ച കാലമത്രയും അവിടെ പാർക്കുകയും ചെയ്തു. അവർ അവിടെ എണ്ണമറ്റ ഒരു വലിയ സമൂഹമായി വർദ്ധിച്ചു. അതിനാൽ ഈജിപ്തിലെ രാജാവ് അവരെ വെറുത്തു. അവൻ അവരെ ഇഷ്ടിക നിർമ്മിക്കാൻ നിയോഗിച്ച് അടിമകളാക്കി പീഡിപ്പിച്ച് മുതലെടുത്തു. അപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും അവിടുന്ന് തീരാവ്യാധികളാൽ ഈജിപ്തിനെ മുഴുവൻ പീഡിപ്പിക്കുകയും ചെയ്തു. ഈജിപ്തുകാർ തങ്ങളുടെ കൺമുൻപിൽ നിന്ന് അവരെ ആട്ടിപ്പായിച്ചു. ദൈവം അവരുടെ മുൻപിൽ ചെങ്കടലിനെ വറ്റിച്ചു. അവിടുന്ന് സീനായ്, കാദേശ് ബർണിയ എന്നിവിടങ്ങളിലൂടെ അവരെ നയിക്കുകയും മരുഭൂമിയിൽ ജീവിച്ചിരുന്നവരെ ഓടിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ അവർ അമോര്യരുടെ നാട്ടിൽ വസിച്ചു. അവർ തങ്ങളുടെ ശക്തി കൊണ്ട് ഹെഷ്ബോൺ നിവാസികളെ നശിപ്പിച്ചു. ജോർദാൻ കടന്ന് മലമ്പ്രദേശമാകെ കൈവശപ്പെടുത്തി. കാനാന്യർ, പെരിസ്യർ, ജബൂസ്യർ, ഷെക്കേംകാർ, ഗിർഗാഷ്യർ എന്നിവരെ തുരത്തി. ദീർഘകാലം അവർ അവിടെ പാർത്തു. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോടുകൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയമെടുത്തു. അവർക്ക് വിദേശങ്ങളിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു. ശത്രുക്കൾ അവരുടെ ദൈവത്തിൻ്റെ ആലയം നിലംപരിശാക്കുകയും നഗരങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങിവരികയും ചിതറിക്കപ്പെട്ടു പോയ ദിക്കുകളിൽ നിന്ന് തിരിച്ചു വരികയും വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജെറുസലേം കൈവശമാക്കുകയും വിജനമായ മലമ്പ്രദേശത്ത് വാസമുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ എൻ്റെ യജമാനനായ പ്രഭു, അറിവ് കൂടാതെ വല്ല പിഴകളും ഇപ്പോൾ ഈ ജനത്തിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ദൈവത്തിനെതിരായി അവർ പാപം ചെയ്യുകയും നാം അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെന്ന് അവരെ തോൽപ്പിക്കാം. എന്നാൽ അവരുടെ ദേശത്ത് ഒരു അതിക്രമവുമില്ലെങ്കിൽ എൻ്റെ യജമാനൻ അവരെ വിട്ടുപോയാലും അവരുടെ കർത്താവ് അവരെ രക്ഷിക്കും. അവരുടെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കും. നാം ലോകസമക്ഷം ലജ്ജിതരാകും. ആഗിയോർ ഇത് പറഞ്ഞു തീർന്നപ്പോൾ പാളയത്തിൻ്റെ ചുറ്റും നിന്നവർ ആവലാതിപ്പെട്ടു തുടങ്ങി. ഹോളോഫർണസിൻ്റെ സേന നായകന്മാരും കടൽ തീരത്തു നിന്നും മൊവാബിൽ നിന്നും വന്നവരും അവനെ വധിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അവർ പറഞ്ഞു, ഇസ്രായേലരെ, ഞങ്ങൾ ഭയപ്പെടുകയില്ല. യുദ്ധം ചെയ്യുന്നതിന് ശക്തിയോ കഴിവോ ഇല്ലാത്ത ജനതയാണ് അവർ. ഹോളോഫർണസ് പ്രഭു, നമുക്ക് കയറി ചെല്ലാം. അങ്ങയുടെ വൻപിച്ച സൈന്യം അവരെ ഗ്രഹിക്കും.